ഹലോ ഫുട്ബോൾ ആരാധകരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഫുട്ബോൾ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ലോകകപ്പിന് മുന്നോടിയായുള്ള ആവേശകരമായ ഒരു സൗഹൃദ മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മാരക്കാന സ്റ്റേഡിയത്തിൽ നടന്ന ബ്രസീൽ വേഴ്സസ് പനാമ പോരാട്ടത്തിൽ ബ്രസീൽ 6-2 എന്ന വമ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. മത്സരം ആരംഭിച്ച് 2 മിനിറ്റ് പോലും തികയുന്നതിനു മുമ്പ് തന്നെ വിനീഷ്യസ് ജൂനിയർ തന്റെ ക്ലാസ് തെളിയിച്ചു. പന്ത് സ്വന്തമാക്കിയ താരം ബോക്സിന് പുറത്തുനിന്ന് തകർപ്പൻ ഷോട്ടിലൂടെ ബ്രസീലിനെ മുന്നിലെത്തിച്ചു. മാരക്കാനയിലെ ആരാധകർ ആ നിമിഷം ആഘോഷമായി മാറ്റി. എന്നാൽ പനാമയും എളുപ്പത്തിൽ കീഴടങ്ങിയില്ല. 14-ാം മിനിറ്റിൽ മൈക്കൽ മുറില്ലോയുടെ ഫ്രീ കിക്ക് ഡിഫ്ലക്റ്റായി ഗോൾ കീപ്പറെ കബളിപ്പിച്ച് വലയിലേക്ക് പോയപ്പോൾ സ്കോർ 1-1. ഒരു നിമിഷം ബ്രസീൽ ആരാധകരെ ഞെട്ടിച്ച ഗോളായിരുന്നു അത്. പക്ഷേ ബ്രസീലിന്റെ ആക്രമണ ശക്തി പിന്നീട് പൂർണ്ണമായി പുറത്തു വന്നു. ആദ്യ പകുതിയുടെ അവസാന ഭാഗത്ത് വിനീഷ്യസിന്റെ അതിമനോഹര റൺ, അതിനുശേഷമുള്ള കൃത്യമായ ക്രോസ്, കാസമീറോയുടെ ഹെഡർ ബ്രസീൽ വീണ്ടും ലീഡ് നേടി. രണ്ടാം പകുതിയിൽ കാർലോ ആൻസലോട്ടി വലിയ റൊട്ടേഷൻ നടത്തിയിട്ടും ബ്രസീലിന്റെ വേഗത കുറഞ്ഞില്ല. റയാൻ, ലൂക്കാസ് പക്വേറ്റ, ഇഗോർ തിയാഗോ, ഡാനിലോ എന്നിവർ ഗോൾ പട്ടികയിൽ ഇടം നേടി. പ്രത്യേകിച്ച് യുവതാരം റയാന്റെ ഗോൾ ബ്രസീലിന്റെ ഭാവിയെക്കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകി. പനാമയുടെ ഭാഗത്ത് കാർലോസ് ഹാർവിയുടെ ലോങ് റേഞ്ച് സ്ട്രൈക്ക് മത്സരത്തിലെ ഏറ്റവും മനോഹരമായ ഗോളുകളിൽ ഒന്നായി മാറി. സ്കോർ ലൈൻ വലിയ തോൽവി കാണിച്ചെങ്കിലും ചില ആക്രമണ മുഹൂർത്തങ്ങളിൽ പനാമ മികച്ച പോരാട്ടവീര്യം കാട്ടി. ഈ മത്സരത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് വിനീഷ്യസ് ജൂനിയറുടെ ഫോം. ഒരു ഗോൾ, ഒരു അസിസ്റ്റ്, അതിനൊപ്പം മുഴുവൻ ആക്രമണ നിരയെ നിയന്ത്രിച്ച പ്രകടനം. ലോകകപ്പിന് മുൻപ് ബ്രസീലിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വാർത്ത ഇതായിരിക്കും. അതേസമയം പരിക്കേറ്റതിനാൽ നെയ്മർ ഈ മത്സരത്തിൽ കളിച്ചില്ല. എന്നാൽ ലോകകപ്പിനായി താരം തിരിച്ചെത്തുമെന്ന ആത്മവിശ്വാസം പരിശീലകൻ കാർലോ ആൻസലോട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ ബ്രസീൽ 6, പനാമ 2. ലോകകപ്പിന് മുന്നോടിയായുള്ള ബ്രസീലിന്റെ ശക്തമായ മുന്നറിയിപ്പായിരുന്നു ഈ വിജയം. ആക്രമണ ഫുട്ബോൾ, യുവതാരങ്ങളുടെ തിളക്കം, വിനീഷ്യസിന്റെ മാസ്മരിക പ്രകടനം